നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. തിരൂരിൽ ട്രെയിനിൽ എത്തിച്ച 4 കിലോ കഞ്ചാവുമായി കൽക്കട്ട സ്വദേശിയായ ഷഫീഖുൾ റഹ്മാനെ പിടികൂടി. പ്രദേശത്ത് ഒരു ദിവസം മാത്രം വിതരണം ചെയ്യാനാണ് ഇത്രയും അധികം കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ട്രെയിനിറങ്ങിയ പ്രതി ബാഗ് പുറത്തു തൂക്കി കൂളായി നടന്നു പോകുന്നതിനിടയിലാണ് പോലീസിന്റെ വലയിലാകുന്നത്. തിരൂർ മാർക്കറ്റ് റോഡിൽ വെച്ചാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശി ഷഫീഖുൾ റഹ്മാനെ 4 കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടുന്നത്. ട്രെയിനിലെത്തിച്ച കഞ്ചാവ് ബാഗിൽ തൂക്കി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു വരുന്നതിനിടെയാണ് തിരൂർ പോലീസും എക്സൈസ് വകുപ്പും അതിസാഹസികമായി ഇയാളെ പിടികൂടുന്നത്. ശനിയാഴ്ച രാവിലെയോടെയാണ് സംഭവം. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടുന്നത്. തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായി ഒരു ദിവസം മാത്രം വിൽക്കാനായി കൊണ്ടുവന്നതാണ് 4 കിലോ കഞ്ചാവ്. അതേസമയം ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായി പോലീസും എക്സൈസും വ്യാപക പരിശോധന തുടരുകയാണ്. നമ്മൾ പിടിച്ച കക്ഷി എന്ന് പറയുന്നത് SI ആണ്, അതിൻ്റെ ഡിറ്റക്ഷൻ ഓഫീസർ. അദ്ദേഹം ഷഫീഖുൾ റഹ്മാൻ, അദ്ദേഹം കൽക്കട്ട സ്വദേശിയാണ്. നമ്മളെ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ 4 കിലോ കഞ്ചാവ് ഈ തിരൂർ ഏരിയയിൽ മാത്രം വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ്. അല്ലാതെ കേരളത്തിൽ മൊത്തം, മലപ്പുറം ജില്ലക്ക് മൊത്തമല്ല. തിരൂർ ഏരിയയിൽ ഒരു പക്ഷേ ഒരു ദിവസത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കൊണ്ടുവന്നതാണെന്നുള്ള രീതിയിലാണ് മനസ്സിലാകുന്നത്. അതിനർത്ഥം നമ്മളുടെ ഇടയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ 4 കിലോ കഞ്ചാവ്, നമ്മൾ കണ്ട 4 കിലോ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കാണാത്ത 40 കിലോ 400 കിലോ വേറെ പോകുന്നുണ്ടായിരിക്കാം. അപ്പം ജനങ്ങൾ എത്രത്തോളം ഇന്നലത്തെ മോക്ക് ഡ്രില്ല് എത്രത്തോളം ഗുണം ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇന്നലെ നമ്മൾ നടത്തിയ മോക്ക് ഡ്രില്ലിൽ ഇതേപോലെ നർക്കോട്ടിക്കായിട്ട് വരുന്നതും അവർ ഓടിപ്പോകുന്നതും അവരെ പിടിക്കുന്നതും ഒക്കെ ജനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ചെയ്തത്. അപ്പോൾ അതൊരു പ്രചോദനമായി. നമ്മളുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണെങ്കിലും ചുമട്ടുതൊഴിലാളികളാണെങ്കിലും വ്യാപാരി വ്യവസായികളാണെങ്കിലും അവർക്കൊരു പ്രചോദനമായതുകൊണ്ടാണ് അവരിന്ന് അവരെ പിടിച്ചു വെച്ചത്. അതുമല്ല, അവർ സാധാരണക്കാരെ പോലെ എന്തിനാണ് ഞാൻ വെറുതെ അതിൽ ഇടപെടുന്നത്, എനിക്ക് എൻ്റെ കാര്യം നോക്കി പോയാൽ പോരെ എന്ന രീതിയിൽ അവർ മാറിയൊന്നുമില്ല. അവരുടെ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സാമൂഹിക പ്രതിബദ്ധത ശരിക്കും ഇവിടെ കാണിച്ചു. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഡിറ്റക്ഷൻ നമ്മളെ സഹായിച്ചത്.